ഫോം ഔട്ടിന്റെ പേരിലാണ് ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കിയത്. എന്നാൽ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറായ അഭിഷേക് ശർമ്മ കഴിഞ്ഞ 10 ഇന്നിംഗ്സിൽ നേടിയത് ഒരേയൊരു അർദ്ധ സെഞ്ചുറി. സഞ്ജു സാംസണെ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സെലക്ടർമാർക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. ലോകകപ്പിൽ ഇന്ത്യയുടെ മുന്നണി പോരാളി 3 മിന്നും പ്രകടനത്തിലൂടെ കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ച സഞ്ജു സാംസൺ. തൊട്ടു പിന്നാലെ വെറും 3 ഇന്നിംഗ്സുകൾ മതിയായിരുന്നു സഞ്ജുവിന് പുറത്തേക്കുള്ള വഴിയൊരുക്കാൻ. ഇത് സഞ്ജു സാംസണ് മാത്രമുള്ള നിയമമാണ്. എല്ലാ മത്സരത്തിലും മികച്ച പ്രകടനമില്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താകും. പിന്തുണ ലഭിക്കാൻ സഞ്ജു ഇനി എന്ത് ചെയ്യണമെന്നാണ് ഉയരുന്ന ചോദ്യം. ഇന്ത്യൻ 2020 ടീമിന്റെ അഭിഷേക് ശർമ്മ സിംബാബ്വെക്കെതിരെ ഒരിക്കൽ പോലും 2 അക്കം കണ്ടില്ല. 2-8-1 ഇതാണ് അഭിഷേകിന്റെ സ്കോർ. തീർന്നില്ല. അവസാന 6 ഇന്നിംഗ്സിൽ അഭിഷേക് പുറത്തായതെല്ലാം ചെറിയ സ്കോറിൽ. അവസാന 10 ഇന്നിംഗ്സുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയത് ഒരേ ഒരു തവണ. ലോകകപ്പിൽ 8 ഇന്നിംഗ്സിൽ 141 റൺസ് മാത്രമെടുത്ത് നിരാശപ്പെടുത്തിയ അഭിഷേക് ഇന്നും ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമാണ്. അതേസമയം ലോകകപ്പിൽ ഇന്ത്യക്കായി നിർണായക ഇന്നിംഗ്സ് കളിച്ച് ലോകകപ്പിലെ താരമായ സഞ്ജു സാംസണെ പുറത്താക്കാൻ നിസ്സാര കാരണവും. ഏകദിനത്തിൽ അവസാന ഇന്നിംഗ്സിൽ സെഞ്ചുറി അടിച്ചിട്ടും പിന്നീട് ഒരിക്കലും സഞ്ജുവിന് അവസരം നൽകിയില്ല. വൈഭവ് മികച്ച തുടക്കമിട്ടതോടെ ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം തുലാസിലായി. മോശം ഫോമാണ് പ്രശ്നമെങ്കിൽ അഭിഷേക് ശർമ്മയെ തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആരാധകർ ചോദിക്കുന്നു. ഒരു താരത്തിന് ഒരു നിയമം, മറ്റൊരാൾക്ക് മറ്റൊരു നിയമം എന്നത് പാടില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസണെ ഓപ്പണറായി ടീമിലെത്തിക്കണമെന്നാണ് ആരാധകരുടെ ആവശ്യം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.